ഇതിൽ കാണുന്നില്ല. അത് പറഞ്ഞോടെ ആള് പോയി. അപ്പൊ മറ്റേ സിനിമയിലൂടെ പോലെ ഞാൻ ഇങ്ങനെ കാണുന്നത് നല്ലത്. ഇങ്ങനെ കാണുന്നതാണോ? എടേ മക്കളെ കേറി വാടേ. ഞങ്ങൾക്ക് ലൈവ് കിട്ടിയതിന്റെ ഒരു സന്തോഷം ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുക, ആരോട് ചോദിക്കുക? ഇതിപ്പോ ഇതിൽ നല്ലത് ചമ്മരമ്പക്ക് നോക്കിയിട്ട് പറയാണ്. രണ്ടാളായിട്ട് ചമ്മരമ്പ നോക്കി പറയുമ്പോഴാണ് കാര്യങ്ങള് കുറച്ചും കൂടി വൃത്തിയാവുക. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുമ്പോ രസ്ന പറയണത് നിങ്ങൾക്ക് വട്ടുണ്ടോന്ന്. സത്യത്തിൽ യൂട്യൂബിൽ നിങ്ങൾ ലൈവ് പോയോ കിട്ടാ ചെറിയൊരു വട്ട് പോലെ തോന്നുന്നു നമുക്ക്. പക്ഷെ അദൃശ്യമായിട്ട് ഇങ്ങനെ ആൾക്കാരെ കാണുന്നു എന്ന് ഇങ്ങനെ വിശ്വസിച്ചിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നോണ്ടും പോയോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് വേറെ വശം. എന്നിരുന്നാലും ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ. പക്ഷെ അവര് ചിലപ്പോ മലയാളികളാവൂലെ, അങ്ങനൊക്കെ ഉണ്ട്. അല്ല ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ഇതില് കാണാലോ. ഒരു തമിഴ് പറഞ്ഞു നോക്കി, അപ്പൊ ചിലപ്പോ അതില് വരും അതിപ്പോ തമിഴാണോ ഇംഗ്ലീഷാണോ എന്നുള്ളതല്ല വിഷയം. നമുക്ക് ഇതില് വരുന്ന ആൾക്കാരോട് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതുള്ളൂ. 10 ആള് കാണുന്നുണ്ടെങ്കിൽ അവരുടെ സംഭവങ്ങൾ എന്താണെന്ന് സംസാരിക്കുക, അറിയുക. പലരും പല എന്നെ കാണുമ്പോൾ പല രീതിയിലാവും ആൾക്കാർ കാണാൻ വേണ്ടി വരിക. അതായത് ഇവൻ എന്താവും പറയാൻ പോണത്, ഇവൻ എന്താവും ചിന്തിക്കാൻ പോണത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാനിതിലൊന്നും പ്രത്യേകിച്ച് പറയണമെന്നില്ല. നമ്മൾ ഇതിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചോ നമ്മുടെ പ്രശ്നത്തിനെ കുറിച്ചോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പടച്ചവന് വിട്ടുകൊടുത്തേക്കുന്ന കേസുകളാണ്. എന്നിരുന്നാലും കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അതിൽ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ചിലവർക്ക് എന്താണ് ഏതാണെന്ന് അറിയാത്തത്. പിന്നെ പാട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ രസ്ന ഒരു പാട്ട് പാടിത്തരും കൂടെ. രസ്ന ഇപ്പൊ നല്ല പാട്ട് പാടുന്നുണ്ട്. രസ്ന പാട്ട് പാടാൻ പോവാണ് കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ സമയം എത്രയായി? 11:30 കൃത്യം 11:35 രസ്നയുടെ പാട്ടുണ്ടായിരിക്കണം. ഒരു 5 മിനിറ്റ് ഞാൻ നല്ലൊരു അടിപൊളി പാട്ട് പാടിത്തരാം എനിക്ക് പറ്റണ പോലെ. പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നിരുന്നൊന്നല്ല. പനി പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഉള്ള സൗണ്ട് ഓരോരുത്തർ വരുന്നുണ്ട്. ഹായ്, എല്ലാവരും വിഷ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് 40,444 ആൾക്കാരുകളുണ്ട്. അതുകൊണ്ട് ഉള്ളവരെ വെച്ചിട്ട് പലർക്കും വലിയ ആൾക്കാർ പറയുന്ന പോലെ പലർക്കും മെസ്സേജ് ചെയ്യാനോ ടൈപ്പ് ചെയ്യാനോ നേരമില്ല. ഓരോരുത്തർ ഹായ് ഹായ് എന്നൊക്കെ എഴുതി വിടുന്നുണ്ട്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. നീ ഇല്ല എന്ന് പറയണ്ട. ഇപ്പോൾ കിട്ടിയ വാർത്ത 4,402 പേര് പോയി. ഇപ്പൊ 2 പേരിൽ കുറഞ്ഞാലും നമുക്ക് 2 പേര് പറഞ്ഞാൽ 2000 പേര് കുറഞ്ഞ പോലെയാണ്. എന്തിനാ അധികം 2 ആളൊന്നല്ല. അതിപ്പോ അവർക്കും കാണാൻ പറ്റും. ഇത്ര ആളുള്ളോ എന്നുള്ളത് ഇതിന്റെ ലൈവിലെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് പാചകം ചെയ്യുമ്പോ കുറച്ച് പൂടി അങ്ങനൊക്കെ വരുന്ന അതുണ്ടാവും. അപ്പൊ എല്ലായിടത്തും പനിയും ചുമയും, എല്ലായിടത്തും പനിയും ചുമയൊക്കെയാണ്. പക്ഷെ ഞങ്ങളെ വീട്ടില് ആദ്യം ആർക്ക് പഠിച്ച ഷിയാര മോൾക്ക് ഒരു പനി പിടിച്ചു പോയി. പിന്നെ അതിന് ശേഷം എനിക്ക് പനി പിടിച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് പനി പിടിച്ചെങ്കിലും പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് പനി പിടിച്ചാലും പണി രസ്നാക്കാണ്. പണി രസ്നാക്കാണ് ഉള്ളത്. അങ്ങനെയാണ്. അപ്പോ പനി പിടിച്ച മുഖവുമായി വന്നപ്പോ ഇന്നലെ സാഗറാണിന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അഗസ്റ്റേട്ടാ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. പക്ഷെ അപ്പൊ ഓരോരുത്തർ കൂടി വരുന്നുണ്ട്. മെസ്സേജ്